സ്വാമിയും ചാത്തന്മാരുമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ അതിൻ്റെതായ പൂജകൾ ചെയ്യുമ്പോൾ, ഞാൻ സ്വാമിയെ പൂട്ട് പ്രാർത്ഥിക്കുമ്പോൾ, ഞാൻ സ്വാമിക്ക് വേണ്ടിയിട്ടുള്ള പല കർമ്മങ്ങളും എൻ്റെതായ രീതിയിൽ ചെയ്യുമ്പോൾ എനിക്ക് റിസൾട്ട് കിട്ടുന്നുണ്ട്. ഇവിടെ വരുന്ന പല ആൾക്കാർക്കും ഒരിക്കലും ചിന്തിക്കാത്ത രീതികളിലുള്ള അനുഭവങ്ങൾ ഉണ്ടാകുന്നു, റിസൾട്ട് ഉണ്ടാവുന്നു. അവർക്ക് റിസൾട്ട് ഉള്ളത് കൊണ്ട് അവർ വീണ്ടും വരുന്നു. നമ്മൾ എന്ത് സംസാരിച്ചിട്ടും കാര്യമില്ല. നമ്മൾ എത്ര വലിയ രീതികളിലും എത്ര ആഡംബരമായിട്ടും ഭയങ്കര വലിയ സംഭവമാണ് ഞാൻ ചെയ്യുന്നതെന്ന് ആൾക്കാരെ കാണിച്ചിട്ട് ഒരു കാര്യമില്ല. ആളുകൾക്ക് അവരുടെ പ്രശ്നം തീരണം, അവർക്കൊരു അനുഭവം ഉണ്ടാവണം. അങ്ങനെ ഒരു അനുഭവം അവർക്ക് ഉണ്ടായാലും അവർ വീണ്ടും വരുള്ളൂ. അത് എവിടെ നിന്നാണ് കിട്ടുന്നതെങ്കിൽ അവരവിടെ വീണ്ടും വീണ്ടും വരും. അത്രേ ഉള്ളൂ. എല്ലാവരും ഇവിടെ നോക്കുന്നത് അവരുടെ ജീവിതത്തിൽ എന്തു മാറ്റം ഉണ്ടാകും എന്നുള്ളതാണ്. അല്ലാണ്ട് എന്റെ ജീവിതത്തിൽ എന്തു മാറ്റം ഉണ്ടായി എന്നുള്ളത് അവരെ മോട്ടിവേറ്റ് ചെയ്യില്ല. അവരുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാവണം. അത് പുയ്യാറ മഠത്തിൽ വരുന്ന ആൾക്കാരിൽ അവർക്ക് മാറ്റങ്ങൾ ഉള്ളത് കൊണ്ട്, അവർ ആഗ്രഹിച്ച കാര്യങ്ങൾ നടക്കുന്നത് കൊണ്ട്, അവരുടെ ആഗ്രഹം ശരിയാണോ തെറ്റാണോ, അത് എങ്ങനെ നടക്കുന്നു എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഞാൻ സ്വാമിയെ പ്രാർത്ഥിക്കുന്നു, എന്നെ കാണുന്ന ആൾക്കാരുടെ പ്രശ്നങ്ങൾ തീരുന്നു. അതൊരു മിറാക്കിളാണ്, അതൊരു അത്ഭുതമാണ്, അതെന്റെ ഭാഗ്യവുമാവാം. എനിക്ക് അങ്ങനെ ഒരു ഭാഗ്യമുണ്ട്. എന്നെ വന്ന് കാണുന്ന ആൾക്കാരും ഞാൻ പൂജ ചെയ്യുന്ന ആൾക്കാരിലേക്കും ഒരു പോസിറ്റീവ് അനുഭവം ഉണ്ടാകുന്നു എന്ന് പറയുന്നത് ചിലപ്പോൾ എന്റെ ഭാഗ്യമാവും. ആ ഭാഗ്യം എനിക്ക് തരുന്നത് ആരാണെന്നാണ് എന്റെ ചോദ്യം. അതെന്റെ വിഷ്ണുമായ സ്വാമിയാണ്, ചാത്തന്മാരാണെന്നാണ് എന്റെ വിശ്വാസം. അപ്പോ ഞാൻ